ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ. 3 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 5 ഉള്ളിയാണ് ഇത്, മീഡിയം സൈസ് 5 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളെ എരിവിന് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ 3 മുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ വേവുന്ന രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് 4 or 5 പീസ് നമ്മുടെ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്താണ്. അത് നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിൻ്റെ ജാറിലൊന്നും അരക്കാണ്ട് കൈയോടെ തന്നെ ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 3/4 കപ്പ് മൈദപ്പൊടിയാണ്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറേയൊന്നും വെള്ളം ചേർക്കാൻ പറ്റില്ല. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഇതുപോലെയാണ് ആക്കിയിട്ടേണ്ടത്. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 5 മുട്ടയാണ് നമുക്ക് ആവശ്യം. 5 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും നല്ല അടിപൊളി സംഭവമാണ്. ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ മുട്ടയൊക്കെ. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ദോശ ചുട്ടെടുക്കാനുള്ളതാണ്. വളരെ നേരത്തെ തന്നെ ചുട്ടെടുക്കണേ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ചേർത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടടിക്കാൻ. ഞാൻ ഏകദേശം 5 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇതുപോലെ വളരെ നേരത്തെ തന്നെ ചുട്ടെടുക്കണേ. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ മുട്ടയിലേക്ക് ഓരോ ദോശയും ഇതുപോലെ നല്ലോണം മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ചിട്ട് വേണേ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു ദോശ കൂടി നമുക്കിതുപോലെ മുട്ടയിൽ മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ മസാല ഇട്ട് കൊടുക്കണേ. മറ്റുള്ള ദോശകളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ 5ാമത്തെ ദോശയാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ മുട്ടൻ്റെ ബാക്കിയായത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ അടിവശമൊക്കെ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ, കുറേ സമയമൊന്നും എടുക്കില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.